Okay, next example നോക്കാം. Sketch the graph of f of x equal to 1 by 1 minus cos x minus 2 pi less than x less than 2 pi. അപ്പോൾ ഫസ്റ്റ് ഇതിൻ്റെ ഡൊമൈൻ നോക്കാം. ഡൊമൈൻ നോക്കുമ്പോൾ എവിടെയാണ് ഫംഗ്ഷൻ അൺഡിഫൈൻഡ് ആയിട്ടുള്ളതെന്ന് നോക്കുക. ഫംഗ്ഷൻ അൺഡിഫൈൻഡ് ആകുന്നത് ഡിനോമിനേറ്റർ 0 ആകുന്ന പോയിന്റ്സിലാണ്. 1 മൈനസ് കോസ് എക്സ് ഈക്വൽ ടു 0 എന്ന് വെച്ചാൽ കോസ് എക്സ് ഈക്വൽ ടു 1 ആകുന്ന പോയിന്റ്സ്. അപ്പോൾ എക്സ് ഈക്വൽ ടു 2n പൈ അല്ലേ, അതിലാണല്ലോ കോസ് എക്സ് ഈക്വൽ ടു 1 വരുന്നത്. വേറെ n ഈക്വൽ ടു 0 പ്ലസ് ഓർ മൈനസ് 1 പ്ലസ് ഓർ മൈനസ് 2 എക്സെട്ര. അപ്പോൾ 2 പൈ 4 പൈ 6 പൈ അതുപോലെ തന്നെ മൈനസ് 2 പൈ മൈനസ് 4 പൈ മൈനസ് 6 പൈ ആ പോയിന്റ്സിലാണ് ഫംഗ്ഷൻ അൺഡിഫൈൻഡ് ആകുന്നത്. സോ അത് ആ പോയിന്റ്സിനെ നമുക്ക് ഡൊമൈനിൽ നിന്ന് ഒഴിവാക്കണം. അപ്പോൾ ഈ ഇൻ്റർവെല്ലാണ് ഇപ്പോൾ ഇവിടെ ഇതാണ് മൈനസ് 2 പൈ ലെസ് ദാൻ എക്സ് ലെസ് ദാൻ 2 പൈ എന്നാണ് നമുക്ക് തന്നിരിക്കുന്നത്. അപ്പോൾ ഈ ഇൻ്റർവെല്ലിൽ നമുക്ക് ഒഴിവാക്കാനായിട്ട് പറ്റുന്നത് മൈനസ് 4 പൈ ടു മൈനസ് 2 പൈ എടുക്കുക. ആദ്യം ഓപ്പൺ ഇൻ്റർവെൽ മൈനസ് 4 പൈ ടു മൈനസ് 2 പൈ എടുക്കുക. യൂണിയൻ മൈനസ് 2 പൈ ടു 0 എടുക്കുക. 0യിലും പ്രശ്നം വരും. യൂണിയൻ 0 ടു 2 പൈ യൂണിയൻ 2 പൈ ടു 4 പൈ യൂണിയൻ എക്സെട്ര. അപ്പോൾ ഈ ഒരു റെസ്ട്രിക്ഷൻ ഇവിടെ വേണ്ട കേട്ടോ. ഇത് മൈനസ് 2 പൈ മുതൽ 2 പൈ വരെ മാത്രമേ ചോദിച്ചിട്ടുള്ളൂ. ഈ റെസ്ട്രിക്ഷൻ വേണ്ട. ഇത് ഹോൾ ആയിട്ടുള്ളത് തന്നെയാണ് നമ്മളിപ്പോൾ ഗ്രാഫ് വരയ്ക്കാനായിട്ട് പോണത്. അതുപോലെ ഇങ്ങോട്ട് പോവുകയാണെങ്കിൽ 6 പൈ, അതുപോലെ ഇങ്ങോട്ട് പോവുകയാണെങ്കിൽ പ്ലസ് 6 പൈ, അത് രണ്ടും ഉണ്ടായിരിക്കും. അപ്പോൾ ഇതാണ് നമുക്ക് ഡൊമൈൻ കിട്ടുന്നത്. ഇനി എക്സ് വൈ ഇൻ്റർസെപ്റ്റ്സിനെ ഫൈൻഡ് ചെയ്യാം. പുട്ട് എക്സ് ഇസ് ഈക്വൽ ടു 0. അപ്പോൾ എക്സ് 0 കൊടുത്തിട്ടുണ്ടെങ്കിൽ നമുക്കിവിടെ എക്സ് 0 കൊടുത്താൽ ഡിനോമിനേറ്റർ 1 മൈനസ് 1 0 വരും, ഡിനോമിനേറ്ററിൽ 0 വരും. അതുകൊണ്ട് തന്നെ നമുക്ക് വൈ ഇൻ്റർസെപ്റ്റിനെ ഫൈൻഡ് ചെയ്യാനായിട്ട് പറ്റില്ല. അപ്പോൾ അത് നമ്മൾ ഒഴിവാക്കുകയാണ്. ഇനി വൈ ഈക്വൽ ടു 0 കൊടുക്കുന്ന ഒരു ഓപ്ഷൻ ഉണ്ടാവില്ല, കാരണം ന്യൂമറേറ്ററിൽ 1 ആണ്, അത് ഒരിക്കലും 0 ആവില്ല. അതുകൊണ്ട് വൈ ഈക്വൽ ടു 0 ആകുമ്പോഴും നമുക്ക് പോയിന്റ്സിനെ കിട്ടില്ല. അപ്പോൾ എക്സ് ആൻഡ് വൈ ഇൻ്റർസെപ്റ്റ്സ് നമുക്ക് കിട്ടില്ല. നെക്സ്റ്റ് വേണമെങ്കിൽ നമുക്ക് സിമെട്രീസ് ചെക്ക് ചെയ്യാം. സിമെട്രീസ് ചെക്ക് ചെയ്യുമ്പോൾ എഫ് ഓഫ് മൈനസ് എക്സ് കൊടുക്കുമ്പോൾ നമുക്ക് എഫ് ഓഫ് എക്സ് തന്നെയാണ് കിട്ടുന്നത്. സോ എക്സിന് പകരം മൈനസ് എക്സ് കൊടുത്താലും ഇക്വേഷൻ ചേഞ്ച് ഒന്നും വരുന്നില്ല. അതുകൊണ്ട് സിമെട്രിക് അബൌട്ട് വൈ ആക്സിസ് ആണ്. നെക്സ്റ്റ് സ്റ്റെപ്പിൽ നമുക്ക് എൻഡ് ബിഹേവിയർ നോക്കാം. അപ്പോൾ ലിമിറ്റ് എക്സ് ടെൻസ് ടു ഇൻഫിനിറ്റി എഫ് ഓഫ് എക്സ് കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ എക്സ് ടെൻസ് ടു ഇൻഫിനിറ്റി അല്ലെങ്കിൽ എക്സ് ടെൻസ് ടു മൈനസ് ഇൻഫിനിറ്റി കേട്ടോ, ഏത് വേണമെങ്കിലും ചെയ്യാം. അപ്പോൾ ഇവിടെ ആദ്യം ലിമിറ്റ് എക്സ് ടെൻസ് ടു മൈനസ് ഇൻഫിനിറ്റി ആണ് ചെയ്യുന്നത്. എക്സ് ടെൻസ് ടു മൈനസ് ഇൻഫിനിറ്റി 1 ബൈ 1 മൈനസ് കോസ് എക്സും, അതുപോലെ ലിമിറ്റ് എക്സ് ടെൻസ് ടു ഇൻഫിനിറ്റി 1 ബൈ 1 മൈനസ് കോസ് എക്സും രണ്ടും എക്സിസ്റ്റ് ചെയ്യില്ല. അപ്പോൾ എൻ്റെ ബിഹേവിയർ നമുക്കൊന്നും പറയാനായിട്ട് പറ്റില്ല. നെക്സ്റ്റ് അസിംപ്റ്റോട്ട്സ് ആണ്. അസിംപ്റ്റോട്ട്സ് നമുക്കറിയാം, വേർട്ടിക്കൽ അസിംപ്റ്റോട്ട് വരണമെങ്കിൽ ഡിനോമിനേറ്റർ 0 ആകുന്ന പോയിന്റ്സിലാണ്. അപ്പോൾ എഫ് ഓഫ് എക്സ് ഡിനോമിനേറ്റർ ഓഫ് ദ എഫ് ഓഫ് എക്സ് 0 ആകുമ്പോൾ പോയിന്റ്സ് നമുക്ക് കിട്ടുക എക്സ് ഈക്വൽ ടു 2n പൈ വേറെ n ഈക്വൽ ടു 0 പ്ലസ് ഓർ മൈനസ് 1 പ്ലസ് ഓർ മൈനസ് 2. സ്റ്റെപ്പ് 1ൽ നമ്മൾ ഫൈൻഡ് ചെയ്ത സെയിം പോയിന്റ്സ് തന്നെ. അവിടെയാണ് നമുക്ക് വേർട്ടിക്കൽ അസിംപ്റ്റോട്ട്സ് കിട്ടുക. അപ്പോൾ അവിടെ എല്ലാം നമുക്ക് വേർട്ടിക്കൽ അസിംപ്റ്റോട്ട്സ് ഉണ്ട് കേട്ടോ. ആ പോയിന്റ്സിലെല്ലാം നമുക്ക് വേർട്ടിക്കൽ അസിംപ്റ്റോട്ട് ഉണ്ട്. അപ്പോൾ സ്റ്റെപ്പ് 4ൽ എൻ്റെ ബിഹേവിയർ ചെക്ക് ചെയ്തപ്പോൾ ലിമിറ്റ് എക്സിസ്റ്റ് ചെയ്യുന്നില്ല എന്നാണ് മനസ്സിലായത്. അതുകൊണ്ട് തന്നെ ഹോറിസോണ്ടൽ അസിംപ്റ്റോട്ട്സ് ഒന്നും എക്സിസ്റ്റ് ചെയ്യുന്നുണ്ടാവില്ല. നെക്സ്റ്റ് ഇൻക്രീസിംഗ് ആണോ ഡിക്രീസിംഗ് ആണോ എന്ന് ചെക്ക് ചെയ്യണം. സോ ഫസ്റ്റ് ഡെറിവേറ്റീവിനെ കാൽക്കുലേറ്റ് ചെയ്യുക. ഫസ്റ്റ് ഡെറിവേറ്റീവിനെ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ ഡി ബൈ ഡി എക്സ് ഓഫ് 1 മൈനസ് കോസ് എക്സ് ദ ഹോൾ റേസ് ടു മൈനസ് 1 എഴുതിയിട്ട് ചെയ്യുക കേട്ടോ. അപ്പോൾ ഇത് മൈനസ് 1 മൈനസ് കോസ് എക്സ് ദ ഹോൾ റേസ് ടു മൈനസ് 2 ഇൻറ്റു കോസ് എക്സിൻ്റെ ഡെറിവേറ്റീവ് സൈൻ എക്സ് വരും. അപ്പോൾ മൈനസ് സൈൻ എക്സ് ബൈ 1 മൈനസ് കോസ് എക്സ് ദ ഹോൾ സ്ക്വയർ എന്ന് വരും. അപ്പോൾ ഇവിടെയും അത് ഡിനോമിനേറ്ററിൽ 1 മൈനസ് കോസ് എക്സ് തന്നെയാണ് വരുന്നത്. അപ്പോൾ സെയിം പോയിന്റ്സിൽ തന്നെയാണ് ഫസ്റ്റ് ഡെറിവേറ്റീവും ഡിസ്കണ്ടിന്യൂസ് ആകുന്നത്. അപ്പോൾ എക്സ് ഈക്വൽ ടു 2n പൈ വേറെ n ഈക്വൽ ടു 0 പ്ലസ് ഓർ മൈനസ് 1 പ്ലസ് ഓർ മൈനസ് 2 എക്സെട്ര. ആ പോയിന്റ്സിൽ തന്നെയാണ് ഇവിടെയും ഡിസ്കണ്ടിന്യൂറ്റി ഒക്കുർ ചെയ്യുന്നത്. ഇനി എഫ് ഡാഷ് ഓഫ് എക്സ് ഈക്വൽ ടു 0 ആകുന്ന പോയിന്റ്സും ക്രിട്ടിക്കൽ പോയിന്റ്സിന് ഫൈൻഡ് ചെയ്യുക. അപ്പോൾ എഫ് ഡാഷ് ഓഫ് എക്സ് ഈക്വൽ ടു 0 ആകുന്ന പോയിന്റ്സും എഫ് ഡാഷ് ഓഫ് എക്സ് അൺഡിഫൈൻഡ് ആകുന്ന പോയിന്റ്സും ചെക്ക് ചെയ്യണം. മുകളിൽ നമുക്ക് ന്യൂമറേറ്ററിൽ സൈൻ എക്സ് ആണ്. അപ്പോൾ സൈൻ എക്സ് 0 ആകുമ്പോഴാണ്, ന്യൂമറേറ്റർ 0 ആകുമ്പോഴാണ് റാഷണൽ ഫംഗ്ഷൻ അല്ലേ എഫ് ഡാഷ് ഓഫ് എക്സ് 0 വരുന്നത്. അപ്പോൾ സൈൻ എക്സ് 0 ആകുന്ന പോയിന്റ്സ് എന്ന് പറയുമ്പോൾ n പൈ വേർ n ഈക്വൽ ടു പ്ലസ് ഓർ മൈനസ് 1 പ്ലസ് ഓർ മൈനസ് 3 എക്സെട്ര. ഓഡ് മൾട്ടിപ്പിൾസ് ഓഫ് പൈയിലാണ് സൈനിൻ്റെ വാല്യൂ 0 വരുന്നത്. അപ്പോൾ എക്സ് ഈക്വൽ ടു n പൈ വേറെ n ഈക്വൽ ടു പ്ലസ് ഓർ മൈനസ് 1 പ്ലസ് ഓർ മൈനസ് 3 എക്സെട്ര. ആ പോയിന്റ്സ് ആണ് ക്രിട്ടിക്കൽ പോയിന്റ്സ് ആയിട്ട് വരുന്നത്. ഒത്തിരി ക്രിട്ടിക്കൽ പോയിന്റ്സ് കിട്ടും നമുക്കിവിടെ. അതുപോലെ തന്നെ അൺഡിഫൈൻഡ് ആകുന്ന പോയിന്റ്സ് എഫ് ഡാഷ് ഓഫ് എക്സ് അൺഡിഫൈൻഡ് ആകുന്ന പോയിന്റ്സ് എടുക്കുമ്പോൾ നമ്മളിപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ 1 മൈനസ് കോസ് എക്സിൻ്റെ 0 ആകുന്ന പോയിന്റ്സ് എടുക്കുമ്പോൾ എക്സ് ഈക്വൽ ടു 2n പൈ വേറെ n ഈക്വൽ ടു 0 പ്ലസ് ഓർ മൈനസ് 1 പ്ലസ് ഓർ മൈനസ് 2 എക്സെട്ര. ഓക്കെ, അപ്പോൾ അത്രയാണ് നമുക്ക് ക്രിട്ടിക്കൽ പോയിന്റ്സ് കിട്ടുന്നത്. കുറേ അധികം ഉണ്ട്.
അപ്പോൾ ഇനി നമുക്കതിൻ്റെ സൈൻ ഡയഗ്രാം വരയ്ക്കണം, സൈൻ ബിഹേവിയർ നോക്കണം, ഓരോ ഇൻ്റർവെല്ലിലും അതിൻ്റെ ബിഹേവിയർ ചെക്ക് ചെയ്യണം. അപ്പോൾ ഒരുപാട് കുറേ അങ്ങോട്ട് നീങ്ങിയിട്ടൊന്നും നമ്മൾ ചെക്ക് ചെയ്യുന്നില്ല. അപ്പോൾ അതിൽ ക്വസ്റ്റിനിൽ തന്നിരിക്കുന്ന പോലെ -2π എന്നുള്ളതിൽ മാത്രമേ നമ്മൾ നോക്കുന്നുള്ളൂ കേട്ടോ. ഓക്കെ, അപ്പോൾ ആ റെസ്ട്രിക്ഷൻ ക്വസ്റ്റിൻ്റെ കൂടെ ഉണ്ടായിരുന്നാലും പ്രശ്നമൊന്നുമില്ല. ആ തുടക്കത്തിൽ മാത്രമാണ് അതിൻ്റെ ഡൊമൈൻ പറഞ്ഞപ്പോൾ കുറച്ച് എക്സ്റ്റെൻഡ് ചെയ്ത് പറഞ്ഞുള്ളൂ. പിന്നെയുള്ള ഫിഗർ നമുക്ക് കുറേ ഫിഗർ വരയ്ക്കുന്നതിന് പകരം നമ്മൾ -2πയിലുള്ള റീജിയൻ, ആ റീജിയനിലുള്ളത് മാത്രം നോക്കിയാലും മതിയാവും. അപ്പോൾ അവിടെയുള്ള ക്രിട്ടിക്കൽ പോയിന്റ്സ് നോക്കുമ്പോൾ -2π, -π, 0π, 2π അത്രയാണ് ക്രിട്ടിക്കൽ പോയിന്റ്സ് വരുന്നത്. അപ്പോൾ നിങ്ങളിങ്ങനെ ടേബിൾ എഴുതണം എന്നില്ല, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഡയഗ്രാം വരച്ചിട്ട് പാർട്ടീഷൻ ചെയ്താൽ മതി. ഓരോന്നിൽ നിന്നും, ഓരോ റീജിയനിൽ നിന്നും, ഓരോ ഇൻ്റർവെല്ലിൽ നിന്നും ഓരോ പോയിന്റ് സെലക്ട് ചെയ്യുമ്പോൾ -2πയുടെയും -πയുടെയൊക്കെ വാല്യൂ നിങ്ങൾക്ക് അറിയാമല്ലേ. ഡിഗ്രിയിലേക്ക് ആക്കണമെങ്കിൽ ഡിഗ്രിയിലേക്ക് ആക്കിയിട്ട് ചെയ്തോട്ടോ. അപ്പോൾ അതിൻ്റെ ഇടയിൽ നിന്ന് ഏതെങ്കിലും ഒരു ആംഗിൾ മെഷർമെൻറ്റ് എടുത്തിട്ട് അതിൻ്റെ വാല്യൂ അവിടെ ചെക്ക് ചെയ്ത് നോക്കുക. f'(x)ന്റെ സൈൻ അവിടെ ചെക്ക് ചെയ്ത് നോക്കുക, മൈനസ് ആണോ പ്ലസ് ആണോ വരുന്നത് എന്നുള്ളത്. സെയിം തന്നെ ഈ ഓരോ ഇൻ്റർവെല്ലിലും റിപ്പീറ്റ് ചെയ്യുക. അപ്പോൾ സൈൻ വരുന്നതിനനുസരിച്ചിട്ട് ഇൻക്രീസിങ് ആണോ ഡിക്രീസിങ് ആണോ എന്നുള്ളത് മെൻഷൻ ചെയ്യുക. അതാണ് നമുക്ക് ഈ സ്റ്റെപ്പിൽ ചെയ്യാനുള്ളത്. നെക്സ്റ്റ് സ്റ്റെപ്പിൽ നമുക്ക് ലോക്കൽ എക്സ്ട്രീമാസ് എക്സിസ്റ്റ് ചെയ്യുന്നുണ്ടോ എന്നുള്ളതാണ് നോക്കാനുള്ളത്. അപ്പോൾ ഇവിടെ സൈൻ ചേഞ്ച് വരുന്ന പൊസിഷൻസ് എവിടെയാണെന്നുള്ളത് നോക്കുക. നമുക്ക് -πയിൽ ഡിക്രീസിങ്ങിൽ നിന്ന് ഇൻക്രീസിങ്ങിലേക്ക് ചേഞ്ച് ആവുന്നുണ്ട് അല്ലേ. അപ്പോൾ അവിടെ ഒരു ലോക്കൽ മിനിമം എക്സിസ്റ്റ് ചെയ്യാനുള്ള പോസിബിലിറ്റി ഉണ്ട്. -πയിൽ ഒരു ലോക്കൽ മിനിമം ഉണ്ടാവാനുള്ള ചാൻസ് ഉണ്ട്. നെക്സ്റ്റ് 0ൽ വെച്ചിട്ട് ഇൻക്രീസിങ്ങിൽ നിന്ന് ഡിക്രീസിങ്ങിലേക്ക് ചേഞ്ച് ആവുന്നുണ്ട്. അപ്പോൾ അവിടെ 0ൽ നമുക്കൊരു ലോക്കൽ മാക്സിമം എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ രണ്ട് ലോക്കൽ എക്സ്ട്രീമാസ് ആണ് നമുക്ക് അവിടെ വരുന്നത്. ഒന്ന് -πയിലും ഒന്ന് 0ലും. ആ രണ്ട് പോയിന്റ്സ് ഫൈൻഡ് ചെയ്ത് വെക്കുക കേട്ടോ. പിന്നെ പോസിബിൾ ആയിട്ടുള്ളത് 2πയുടെ അപ്പുറത്തേക്ക് നോക്കുകയാണെങ്കിൽ പോസിബിൾ ആയിട്ടുള്ള കുറേയധികം പോയിന്റ്സ് ഉണ്ട്. അപ്പോൾ അത് ആവശ്യമുണ്ടെങ്കിൽ മാത്രം നിങ്ങൾ നോക്കി വെക്കാം. -πയിലും 0ലും ഉള്ളത് ചെക്ക് ചെയ്ത് വെക്കുക. നെക്സ്റ്റ് നമുക്ക് കോൺകേവിറ്റി ആണ് നോക്കേണ്ടത്. അപ്പോൾ സെക്കൻഡ് ഡെറിവേറ്റീവ് കാൽക്കുലേറ്റ് ചെയ്യണം. സെക്കൻഡ് ഡെറിവേറ്റീവ് കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ d/dx ഓഫ് -sin x × 1 - cos x (2) എന്ന് എഴുതിയിട്ട് പ്രോഡക്റ്റ് റൂൾ യൂസ് ചെയ്ത് ചെയ്താൽ മതി. കോഷ്യന്റ് റൂൾ യൂസ് ചെയ്യാൻ പോയാൽ കുറച്ചും കൂടെ കോംപ്ലിക്കേറ്റഡ് ആവുമെന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ പ്രൊഡക്റ്റ് റൂൾ യൂസ് ചെയ്തിട്ട് ഡിഫറൻസിയേഷൻ ചെയ്താൽ മതി കേട്ടോ. പ്രൊഡക്റ്റ് റൂൾ യൂസ് ചെയ്തിട്ടുള്ള ഡിഫറൻസിയേഷൻ ആണ് ഇവിടെ ഇവർ ചെയ്തിട്ടിരിക്കുന്നത്. നിങ്ങളത് നോക്കിയിട്ട് മനസ്സിലാക്കുക. കുറച്ച് കോംപ്ലിക്കേറ്റഡ് ആണ്. പ്രൊഡക്റ്റ് റൂൾ യൂസ് ചെയ്തിട്ട് തന്നെ കുറച്ച് കോംപ്ലിക്കേറ്റഡ് ആണ്. അപ്പോൾ പിന്നെ നിങ്ങൾ എന്തായാലും കോഷ്യന്റ് റൂൾ അപ്ലൈ ചെയ്യാൻ പോകണ്ട, ഇതുപോലെ തന്നെ ഒന്ന് ചെയ്താൽ മതി. ഇതൊന്ന് നോക്കിയിട്ട് മനസ്സിലാക്കി വെക്കുക. ഓക്കെ, അപ്പോൾ ഇതാണ് നമുക്ക് ലാസ്റ്റ് ഫൈനൽ f'(x) കിട്ടുന്നത്. cos x + 2 / 1 - cos x (2). അപ്പോൾ ഇത് ഇനി നമുക്ക് പോയിന്റ് ഓഫ് ഇൻഫ്ലക്ഷൻസ് ഫൈൻഡ് ചെയ്യണം. അപ്പോൾ എവിടെയാണ് f'(x) = 0 വരുന്നതും f'(x) അൺഡിഫൈൻഡ് ആകുന്നതായിട്ടുള്ള പോയിന്റ്സ് എന്നുള്ളത് നമുക്ക് അനലൈസ് ചെയ്യണം. അപ്പോൾ ഡിനോമിനേറ്റർ കാണുമ്പോൾ തന്നെ നമുക്കറിയാം, നമ്മൾ നേരത്തെ പറഞ്ഞ സെയിം പോയിന്റ്സ് തന്നെയാണ് ഇവിടെ നമുക്ക് കിട്ടാനായിട്ട് പോണത്. x = 2nπ and n = 0 +or-1 +or-2 etc. അതാണ് നമുക്ക് അൺഡിഫൈൻഡ് ആകുന്നുള്ള പോയിന്റ്സ് കിട്ടുന്നത്. ഇനി ഇത് =0 ആകുന്നുള്ള പോയിന്റ്സ് എന്ന് പറയുന്നുണ്ടെങ്കിൽ ഈ cos x + 2ന്റെ വാല്യൂ നമ്മളിവിടെ ഒന്ന് അനലൈസ് ചെയ്തിട്ടുണ്ട്. നമുക്കറിയാം -1 ≤ cos x ≤ 1 ആണ് അല്ലേ. cos xന്റെ വാല്യൂ ഓൾവേസ് ഇൻ ബിറ്റ്വീൻ -1 ആൻഡ് +1 ആണ്. അപ്പോൾ ഒരു 2 ത്രൂ ഔട്ട് നമ്മൾ ആഡ് ചെയ്തിട്ടുണ്ട് എങ്കിൽ, 2 ഈ ഇൻഇക്വാളിറ്റിയിൽ ത്രൂ ഔട്ട് നമ്മളൊരു 2 ആഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ 1 ≤ cos x + 2 ≤ 3 എന്ന് നമുക്ക് കിട്ടും. അതായത് ഈ cos x + 2ന്റെ വാല്യൂ ഇൻ ബിറ്റ്വീൻ 1 and 3 ആയിരിക്കും എന്നുള്ളത് ഷുവർ ആണ് ഇതിൽ നിന്ന്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ന്യൂമറേറ്റർ ഒരു കാരണവശാലും 0 വരില്ല. അപ്പോൾ അവിടെ നമുക്ക് അത്തരത്തിലുള്ള ക്രിട്ടിക്കൽ പോയിന്റ്സ് ഉണ്ടാവില്ല. അത് ഉറപ്പായിട്ടും ഉണ്ടാവില്ല. കാരണം അത് എന്തായാലും 0 വരുന്നില്ല. ന്യൂമറേറ്റർ 0 വരുന്ന ഒരു പോയിന്റ് ഇല്ല. അപ്പോൾ അതുകൊണ്ട് ആകെയുള്ള പോയിന്റ് ഓഫ് ഇൻഫ്ലക്ഷൻസ് നമ്മൾ ആദ്യം പറഞ്ഞ പോലെ തന്നെ x = 2nπ വേറെ n = 0 +or-1 +or-2 etc. തന്നെയാണ് നമ്മുടെ ഇവിടെ പോയിന്റ് ഓഫ് ഇൻഫ്ലക്ഷൻ ആയിട്ട് വരുന്നത്. അപ്പോൾ ഇവിടെ നമുക്ക് ഈ പറഞ്ഞ പോലെ -2π 2πയിൽ തൽക്കാലം നോക്കാം, അത് മതിയാവും. അത് അല്ലെങ്കിൽ കുറേ എക്സ്റ്റെൻഡ് ചെയ്ത് പോകും. അപ്പോൾ അവിടെ നമുക്ക് വരുന്ന പോയിന്റ് ഓഫ് ഇൻഫ്ലക്ഷൻസ് -2π 0 2π ആണ്. അപ്പോൾ ഞാൻ പറഞ്ഞ പോലെ ടേബിളിന് പകരം വേണമെങ്കിൽ നിങ്ങൾക്ക് ഏത് താല്പര്യം എന്ന് വെച്ചാൽ അത് യൂസ് ചെയ്യാം. ആ സൈൻ ഡയഗ്രാം വരയ്ക്കുകയാണെങ്കിൽ -2π മാർക്ക് ചെയ്യുക, 0 മാർക്ക് ചെയ്യുക, 2π മാർക്ക് ചെയ്യുക.
എന്നിട്ട് -2π to 0 എഫ് ഡബിൾ ഡാഷിന്റെ സൈൻ ചെക്ക് ചെയ്യാം. അപ്പൊ അതിൽ നിന്ന് ഏതെങ്കിലും ഒരു ആംഗിൾ എടുത്തിട്ട് ചെയ്യാം കേട്ടോ അത്. അതുപോലെ 0 to 2πയിൽ നിന്ന് ഏതെങ്കിലും ഒരു ആംഗിൾ എടുത്തിട്ട് എഫ് ഡബിൾ ഡാഷിന്റെ സൈൻ ചെക്ക് ചെയ്യാം. രണ്ടും നമുക്ക് പോസിറ്റീവ് ആണെന്നാണ് കിട്ടുന്നത്. അപ്പൊ രണ്ട് സൈഡിലും നമുക്കത് കോൺകേവ് അപ്പ് എന്നുള്ള രീതിയിലാണ് നിൽക്കുന്നത്. ഇനി ഇൻഫ്ലക്ഷണൽ പോയിന്റ്സ് കണ്ടുപിടിക്കാൻ നോക്കിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു രക്ഷയും ഉണ്ടാവില്ല. കാരണം നമുക്ക് കിട്ടിയ പോയിന്റ് ഓഫ് ഇൻഫ്ലക്ഷൻസ് എല്ലാം ഡിനോമിനേറ്ററിൽ 0 വരുന്ന പോയിന്റ്സ് ആയിരുന്നു. അതുകൊണ്ട് തന്നെ നമുക്ക് അതിൽ നിന്ന് എഫ് ഓഫ് എക്സിന്റെ വാല്യൂ ഇവാലുവേറ്റ് ചെയ്യാനായിട്ട് പറ്റില്ല. സോ ദർ എക്സിസ്റ്റ് നോ ഇൻഫ്ലക്ഷണൽ പോയിന്റ്സ്. നെക്സ്റ്റ് കൺക്ലൂഷൻ ഓഫ് ദ ഗ്രാഫ് ആണ്. കൺക്ലൂഷൻ ഓഫ് ദ ഗ്രാഫ് ചെയ്യുമ്പോൾ കുറച്ചും കൂടെ എക്സ്റ്റെൻഡ് ചെയ്തൊക്കെ എഴുതിയിട്ടുണ്ട് ഡൊമൈനും കാര്യങ്ങളൊക്കെ. നമുക്ക് തൽക്കാലം ഈ -2π 2π എന്നുള്ളതിലെ ഫിഗർ വരയ്ക്കാൻ നോക്കാം. നിങ്ങളിങ്ങനെ ടേബിളാക്കി എഴുതുന്നില്ലേ, രണ്ട് ഫിഗറും കൂടി ഒരുമിച്ച് വരച്ചാലും മതിയാവും കേട്ടോ. അതായത് ഇൻക്രീസിങ് ഡിക്രീസിങ്ങും ആൻഡ് കോൺകേവിറ്റിയും രണ്ടും കൂടെയാണ് നമുക്ക് ആവശ്യം ഫിഗർ വരയ്ക്കാനായിട്ട്. പിന്നെ പോയിന്റ്സ് നമ്മൾ ചെക്ക് ചെയ്തപ്പോൾ ആകെ മാക്സിമം മിനിമത്തിന്റെ പോയിന്റ് മാത്രം നമുക്ക് ഇവിടെ കിട്ടിയുള്ളൂ കേട്ടോ. വേറൊരു പോയിന്റും എക്സിസ്റ്റ് ചെയ്യുന്നുണ്ടായിരുന്നില്ല. അപ്പൊ ഇത് നോക്കുമ്പോൾ -2π to -π വരെ നോക്കാം. -π to നമുക്ക് പോയിന്റ്സ് ക്രിട്ടിക്കൽ പോയിന്റ്സ് കിട്ടിയിരുന്നത് ഏതൊക്കെയായിരുന്നു? ക്രിട്ടിക്കൽ പോയിന്റ്സ് കുറച്ചധികം പോയിന്റ്സ് ഉണ്ടായിരുന്നില്ലേ? -2π to -π, -π to 0, 0 to π, π to 2π. അതിൽ -2π 0യും 2πയും ഇൻഫ്ലക്ഷൻ പോയിന്റ്സ് തന്നെയാണ്. അപ്പോൾ അത് അത്രയും തന്നെ മതിയാവും കേട്ടോ. അത്രയും തന്നെ മതിയാവും. ആ പോയിന്റ്സ് തന്നെ മതി. അപ്പൊ ആദ്യം വരയ്ക്കുന്ന സമയത്ത് ഈ പോയിന്റ്സ് എല്ലാം ഈ ഫിഗറിൽ മാർക്ക് ചെയ്യുക. -2π to -π, -π to 0, 0 to π, π to 2π. ഇത്രയും കാര്യങ്ങൾ അതിൽ മാർക്ക് ചെയ്യുക. ഇനി -2π to -π അത് നമുക്ക് ഡിക്രീസിങ് ആൻഡ് കോൺകേവ് അപ്പ് ആണ്. അപ്പൊ ആ ഒരു ഷേപ്പാണ് ഇവിടെ നമ്മൾ ഫോളോ ചെയ്തിരിക്കുന്നത്, ഡിക്രീസിങ് ആൻഡ് കോൺകേവ് അപ്പ്. ഇനി ഇവിടെ വരെയാണ് നമുക്ക് വരിക എന്നുള്ളത്. നമുക്ക് -πയിൽ ഫംഗ്ഷന്റെ വാല്യൂ അറിയാം, ഹാഫ് ആണ് എന്നുള്ളത്. അവിടെ ഒരു ലോക്കൽ മിനിമം എക്സിസ്റ്റ് ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പൊ ആ ഹാഫ് എന്നുള്ള വാല്യൂ വരെയാണ് ഇവിടെ നമുക്ക് വന്ന് നിൽക്കുക. അപ്പൊ ഈ പോയിന്റ് ഒന്ന് നിങ്ങൾ മാർക്ക് ചെയ്ത് കാണിക്കണം കേട്ടോ. പിന്നെ -π to 0 വരെ ഇൻക്രീസിങ് ആൻഡ് കോൺകേവ് അപ്പ് ആണ്. അപ്പൊ നമുക്ക് ഈ ഒരു ഫിഗർ ആണ്, ഇൻക്രീസിങ് ആൻഡ് കോൺകേവ് അപ്പിന്റെ ഈ ഒരു ഭാഗമാണ് നമുക്ക് വരിക. ഇനി വീണ്ടും പോയിട്ട് നമുക്ക് ഈ x=0 എന്ന് പറയുന്നത് ഒരു വെർട്ടിക്കൽ അസിംപ്റ്റോട്ട് ആണ്. 2πയിൽ ഒരു വെർട്ടിക്കൽ അസിംപ്റ്റോട്ട് ഉണ്ട്. ഞാൻ ഇപ്പോഴും അസിംപ്റ്റോട്ട് പറയാനായിട്ട് മറന്നു. അസിംപ്റ്റോട്ടും കൂടി വരച്ചിട്ട് വേണം ഫിഗർ വരയ്ക്കാൻ സ്റ്റാർട്ട് ചെയ്യാൻ കേട്ടോ. അതുപോലെ ഇവിടെ 2πയിൽ നമുക്കൊരു അസിംപ്റ്റോട്ട്, വെർട്ടിക്കൽ അസിംപ്റ്റോട്ട് ഉണ്ട്. അപ്പൊ അതുകൊണ്ടാണ് ഇങ്ങനെ ചേരെ ഇത് ഇങ്ങനെ ഇൻഫിനിറ്റിയിൽ ചെല്ലുമ്പോൾ മുട്ടും എന്നുള്ളൊരു കണക്കിനെ ഇൻഫിനിറ്റിയിലേക്ക് ഇങ്ങനെ വരച്ചിരിക്കുന്നത് കേട്ടോ. അപ്പൊ ആ ഒരു ഷേപ്പ് നമുക്ക് ഈ അസിംപ്റ്റോട്ടും കൂടി വന്നാലാണ് ഷേപ്പ് നമുക്ക് ഐഡന്റിഫൈ ചെയ്യാനായിട്ട് പറ്റുള്ളൂ. ഇനി നമുക്ക് 0 ഒരു വെർട്ടിക്കൽ അസിംപ്റ്റോട്ട് ആണ്. അതുപോലെ തന്നെ ഇവിടെ നമുക്ക് 0യിൽ അൺഡിഫൈൻഡും ആണ്. അപ്പൊ 0യിൽ നമ്മൾ മുട്ടിക്കാൻ പാടില്ല. 0ക്ക് തൊട്ട് ശേഷമുള്ളതാണ് പിന്നെ സ്റ്റാർട്ട് ചെയ്യുന്ന വാല്യൂ വരിക. അവിടെ നമുക്ക് ഡിക്രീസിങ് ആൻഡ് കോൺകേവ് അപ്പ് ആണ്. അപ്പൊ ഈ ഒരു ഫിഗർ ആണ് വരിക. എഗെയിൻ പൈയിൽ നമുക്ക് ഒരു മിനിമം പോയിന്റ് കിട്ടും. ആ മിനിമം പോയിന്റ് ഫൈൻഡ് ചെയ്ത് വെക്കണം. നേരത്തെ പറഞ്ഞപ്പോൾ അത് പറഞ്ഞില്ലായിരുന്നു തോന്നുന്നുണ്ട്. നിങ്ങൾ അതൊന്ന് ഫൈൻഡ് ചെയ്ത് വെച്ചോളൂ. ദെൻ π to 2π നമുക്ക് ഇൻക്രീസിങ് ആൻഡ് കോൺകേവ് അപ്പ് ആണ് വരുന്നത്. അപ്പൊ ഈ ഒരു ഷേപ്പ് ആണ് വരുന്നത്. ഇനി 2π വെർട്ടിക്കൽ അസിംപ്റ്റോട്ട് വരുന്നതുകൊണ്ടും 0 വെർട്ടിക്കൽ അസിംപ്റ്റോട്ട് വരുന്നതുകൊണ്ടും ഈ ഒരു ഷേപ്പ് നമുക്ക് ഫോളോ ചെയ്തേ മതിയാവും. അതുപോലെ തന്നെ ഇവിടെ എത്തുമ്പോൾ നമ്മൾ സ്റ്റോപ്പ് ആവും. കാരണം ഇവിടെ നമുക്കൊരു മിനിമം ഉണ്ട്. അപ്പൊ ഇവിടെ ഹാഫ് എന്നുള്ളത് തന്നെയായിരിക്കും കിട്ടുന്നുണ്ടാവുക. അപ്പൊ ആ ഒരു മിനിമത്തിൽ വെച്ച് നമുക്ക് ഇതിൽ കൂടുതൽ താഴ്ത്താനായിട്ട് പറ്റില്ല. അപ്പൊ ഈ ഒരു ഷേപ്പ് നമ്മൾ അങ്ങനെയാണ് ഫൈൻഡ് ചെയ്യണത്. മനസ്സിലായോ? ഓക്കെ, ഈ രീതിയിലാണ് നമുക്ക് പ്രോബ്ലം ചെയ്യാനായിട്ടുള്ളത്. അപ്പൊ ഇങ്ങനെയാണ് നമുക്ക് പ്രോബ്ലം ചെയ്യേണ്ടത്. അപ്പൊ ഇനിയുള്ള പ്രോബ്ലംസ് എല്ലാം ഞാൻ കുറച്ച് പേർക്ക് സെമിനാറായിട്ട് തരാം. അത് നിങ്ങൾ റെക്കോർഡ് ചെയ്തിട്ട് ഗ്രൂപ്പിൽ ഇട്ടിരുന്നാൽ മതി. അപ്പൊ ഇതുപോലെയൊക്കെ തന്നെയാണ് ബാക്കി എല്ലാ പ്രോബ്ലം വരുന്നത്. ഒരു 2-3 പ്രോബ്ലം കൂടെ നമ്മുടെ ടെക്സ്റ്റിൽ വർക്ക്ഔട്ട് ചെയ്തിട്ട് എടുക്കുന്നുണ്ട്. അപ്പൊ അത് ഞാൻ പറയുന്ന ആൾക്കാർ സെമിനാർ ചെയ്തിട്ട് നമുക്ക് ഗൂഗിൾ ക്ലാസ് റൂമിൽ ലിങ്ക് അയച്ചു തന്നാൽ മതി. ഗൂഗിൾ ക്ലാസ് റൂമിൽ പോസ്റ്റ് ചെയ്യാം കേട്ടോ. അപ്പൊ അങ്ങനെ ചെയ്യാം.